നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ എന്റെ മോളെ ഈ വീട്ടിൽ കേറ്റരുതെന്ന് പറയാൻ നിനക്കെന്താടി അവകാശം? ആന്റി, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ ആരെയും തടയാനും വിലക്കാനും ഒന്നും വരുന്നില്ല. പിന്നെ നീയും നിന്റെ രഞ്ജിനി ആന്റിയും കൂടി തടഞ്ഞ ഞാൻ ഈ വീട്ടിൽ കയറാതെ നാട് വിട്ടുപോകുമെന്ന് നീ വിചാരിച്ചോ? നീ എന്നല്ല, നിന്റെ പുന്നാര സുമംഗല അപ്പച്ചി വിചാരിച്ചാ പോലും എന്നെ തടയാനോ ഞാൻ ഈ വീട്ടിൽ കയറാതിരിക്കാനോ പറ്റില്ല. ആന്റിക്ക് എന്താ വട്ടാണോ? വെറുതെ ഇരിക്കുന്ന എന്നെ ചൊറിയാൻ വരുന്നത്? അവിടെ നിക്കടി. ഇവിടെ ആർക്കാ ചൊറിച്ചില് കൂടുതലെന്നൊക്കെ എല്ലാവർക്കും അറിയാം. IPS കെട്ടിലമ്മയായി വന്നു കയറിന്റെ നെകളിപ്പ നിന്റെ അമ്മയ്ക്ക്. എടി, നീ എന്ത് കണ്ടിട്ടാടി തുള്ളുന്നേ? അല്ല, കൊറേ നാള് നീയും നടന്നല്ലോ. രൂപേഷേട്ടിനെ കെട്ടിയില്ലെങ്കി ചത്ത് കളയെന്നൊക്കെ ആണല്ലോ പറഞ്ഞോണ്ട് നടന്നത്. ഇപ്പൊ കെട്ടും കഴിഞ്ഞു, ചെക്കനും പെണ്ണും ഹണിമൂണിനും പോയി. ഇനിയെങ്കിലും നിനക്ക് പോയി ചത്തൂടെ? ചാവണോ ജീവിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെയും ഊര് ചുറ്റി മോളുടെയും കാര്യം നോക്കിയാ മതി. മോളെ വിദേശത്തൊക്കെ വിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് എന്തിനും തയ്യാറാക്കി നിർത്തിയിരുന്നതായിരുന്നല്ലോ. നിങ്ങളെ മോളും പറഞ്ഞല്ലോ രൂപേഷേട്ടനെ മാത്രമേ കെട്ടുള്ളൂ എന്ന്. എന്നിട്ട് കെട്ടിയോ? നിങ്ങളുടെ മോള് തൂങ്ങിച്ചെത്തോ? ഇല്ലല്ലോ. ഓ, നിന്റെ 7 മുളം നീളമുള്ള നാക്കില്ലായിരുന്നെങ്കിലേ പണ്ടേ ആരേലും നിന്നെ തല്ലി കൊന്നേനെ. പിന്നെ തല്ലി കൊല്ലുന്നു. രഞ്ജിനി ആന്റി പറഞ്ഞു കല്യാണം മുടക്കാൻ നിങ്ങൾ ഏതോ മലയെ കയറി ചെന്നെന്നോ, ഏതോ ഭൈരവീന്നൊരു മന്ത്രവാദിയെ കണ്ട് കൂടോത്രം ചെയ്യിപ്പിച്ചെന്നോ, ഈ വീടിന്റെയും ഗസ്റ്റ് ഹൗസിന്റെയും 4 മൂലയ്ക്ക് കുഴിച്ചിട്ടെന്നോ ഒക്കെ കേട്ടു. മന്ത്രവാദം ഫലിച്ചോണ്ടാണോന്നറിയില്ല,